ഇത് തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയിലെ ഗൂഡല്ലൂർ. മലയാളവും തമിഴും ഭാഷയിലും സംസ്കാരത്തിലും കൈകോർക്കുന്ന മലയോര പട്ടണം. ഗിരിനിരകളുടെ ഉച്ചിയിൽ പച്ചപ്പട്ടണിഞ്ഞ് മഞ്ഞിന്റെ നനുത്ത സ്പർശം കൊണ്ട് ഏത് നട്ടുച്ചയെയും കുളിരണിയിക്കുന്ന ദേശം. ആ തൂമഞ്ഞിന്റെ വെണ്മയും നന്മയും മനസ്സിലും കർമ്മങ്ങളിലും ചേർത്ത് വയ്ക്കുന്ന നല്ലവരായ മനുഷ്യർ. അപരന്റെ വേദനയറിയുന്ന, അവന്റെ വിശപ്പറിയുന്ന ഒരു പറ്റം മനുഷ്യരുടെ ചേർന്നു നിൽപ്പിനാൽ ഗൂഡല്ലൂരിന് മനുഷ്യ നന്മയുടെ കുളിരൂറും കഥകൾ കൂടിയുണ്ട് ഇന്ന് ലോകത്തോട് പങ്കുവയ്ക്കുവാൻ. ശിഹാബ് തങ്ങൾ സെന്റർ ഫോർ ഹ്യൂമാനിറ്റി പാലിയേറ്റീവ് ഹോം കെയർ കരുണയുടെ കാവലാളായി കാലം അടയാളപ്പെടുത്തിയ ഒരു മഹാമനുഷ്യന്റെ ഓർമ്മയെ ഈ നാട് ചേർത്തു പിടിക്കുന്നത് ഇങ്ങനെയാണ്. ആദ്യമായി കേരളത്തിന് പുറത്ത് ഇന്ത്യയുടെ ഉദ്യാന നഗരിയായ ബാംഗ്ലൂരുവിൽ AIKMCCയുടെ നേതൃത്വത്തിൽ മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ പേരിൽ ഒരു മാനവിക കാരുണ്യ കേന്ദ്രം ഉദ്ഘാടനം ചെയ്തു. കാരുണ്യ പ്രവർത്തന ചരിത്രത്തിൽ തന്നെ തുല്യതയില്ലാത്ത പ്രവർത്തനങ്ങൾക്ക് മുൻനിരയിൽ നിന്ന് ചരിത്രം സൃഷ്ടിച്ച AIKMCC ബാംഗ്ലൂർ സെൻട്രൽ കമ്മിറ്റിയുടെ പ്രവർത്തന ഫലമായി തന്നെയാണ് ശിഹാബ് തങ്ങൾ സെന്റർ ഫോർ ഹ്യൂമാനിറ്റിയുടെ സ്നേഹസാന്ത്വന സ്പർശം ഗൂഡല്ലൂരിലും എത്തുന്നത്. സേവന സന്നദ്ധ പ്രവർത്തനമാണ് ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രവർത്തനമെന്ന പ്രവൃത്തിപഥത്തിലൂടെ സമൂഹത്തിന് കാണിച്ചുകൊടുത്ത ഹരിതരാഷ്ട്രീയത്തിന്റെ അമരക്കാർ ഈ മഹാപ്രസ്ഥാനത്തിന് ഗൂഡല്ലൂരിൽ അസ്ഥിവാരമിടുമ്പോൾ ശൂന്യത മാത്രമായിരുന്നു മുന്നിൽ. കർണാടകയിൽ ജീവകാരുണ്യ പ്രവർത്തന മേഖലയിൽ സ്തുത്യർഹമായ പ്രവർത്തന പാരമ്പര്യമുള്ള ശിഹാബ് തങ്ങൾ സെന്റർ ഫോർ ഹ്യൂമാനിറ്റി എന്ന ആശയത്തിന്റെ മറ്റൊരു സാക്ഷാത്കാരമായിട്ടാണ് കന്നഡ നാടിന്റെ അതിരുകൾ താണ്ടി ഗൂഡല്ലൂരിലും വിജയകരമായി തുടർന്നുകൊണ്ടിരിക്കുന്നത്. 2021 സെപ്റ്റംബർ 15 മനുഷ്യസ്നേഹികളായ ഒരു കൂട്ടം പൊതുപ്രവർത്തകർ ഒന്നിച്ചു ചേർന്ന കൺവെൻഷനിലാണ് ഈ പ്രദേശത്തെ സമൂഹത്തിന്റെ അടിത്തട്ടിൽ വേദന തിന്ന് ജീവിക്കുന്ന മനുഷ്യരെ സാന്ത്വന പരിചരണത്തിന്റെ തണലിലേക്ക് എത്തിക്കാനുള്ള ശിഹാബ് തങ്ങൾ സെന്റർ ഫോർ ഹ്യൂമാനിറ്റിയുടെ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാണോ എന്ന ഒരു ചോദ്യം വേദിയിൽ നിന്നും ഉയർന്നത്. പ്രസംഗപീഠത്തിന്റെ പിന്നിൽ നിന്ന് കറുത്ത ഓവർകോട്ട് ധരിച്ച ഒരു വയോധികനായ മനുഷ്യന്റെ ഗാംഭീര്യം സ്ഫുരിക്കുന്ന ചോദ്യം കേട്ട് ഒരു നിമിഷം സ്തബ്ധരായിരുന്ന ആൾക്കൂട്ടം ഞങ്ങളത് ഏറ്റെടുക്കുന്നു എന്ന് തിരിച്ചു മറുപടി നൽകി. പടുത്തുയർത്തുന്ന ചാരിറ്റി പ്രവർത്തനം അത് ഇവർ നമ്മളോട് പറയുന്നത് നമ്മൾക്ക് പ്രവർത്തിക്കാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ ആ പ്രവർത്തനം ആത്മാർത്ഥതയോടുകൂടി ഒത്തൊരുമിച്ച് നമ്മളെല്ലാവരും ചേർന്ന് ഏറ്റെടുക്കണം. അതിന് നിങ്ങൾ തയ്യാറുണ്ടോ എന്നാണ് ചോദ്യം. നിങ്ങളതിന് തയ്യാറുണ്ടോ? ഗൂഡല്ലൂരിന്റെ ജീവകാരുണ്യ രംഗത്ത് എന്നേക്കുമായി അടയാളപ്പെടുത്തപ്പെട്ട നിമിഷങ്ങൾ. നന്മ നിറഞ്ഞ ഹൃദയങ്ങളുടെ ചേർത്ത് നിർത്തലിന്റെ ഏടുകളായിരുന്നു പിന്നീട് തുന്നിച്ചേർക്കപ്പെട്ടത്. വോളണ്ടിയർമാരുടെ പരിശീലനം,
തുടക്കത്തിലെ എല്ലാ ചിലവുകളും ഏറ്റെടുക്കുമെന്ന ബംഗളൂരു കമ്മിറ്റിയുടെ വാഗ്ദാനത്തിന്റെ ആശ്വാസത്തിനിടയിലും തുടർ ചിലവുകൾക്ക് വിഭവ സമാഹരണം നടത്തേണ്ടതിന്റെ ചർച്ചകൾ. വീണ്ടും ഹൃദയഹാരിയായ ഒരു വാർത്ത. ഗൂഡല്ലൂരിലെ സാമൂഹ്യ മണ്ഡലത്തിലെ അടയാളപ്പെടുത്തപ്പെട്ട നാമമായിരുന്ന VK കമ്മു ഹാജിയുടെ ഓർമ്മയ്ക്കായി മകൻ VK അബ്ദുൽ നാസർ ഹാജി ഹോം കെയറിനായി ഒരു വാഹനം വാഗ്ദാനം ചെയ്തു. മൂന്ന് മാസക്കാലത്തെ നിരന്തരമായ പ്രവർത്തനങ്ങൾക്കൊടുവിൽ 2021 ഡിസംബർ 16 ബാംഗ്ലൂരു ശിഹാബ് തങ്ങൾ സെന്റർ ഫോർ ഹ്യൂമാനിറ്റി പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങൾ ഗൂഡല്ലൂർ സെന്ററിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചു. കഴിഞ്ഞ ഒരു വർഷമായി പന്തല്ലൂരിലേക്കും അതിന്റെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിച്ചിട്ടുണ്ട്. നീലഗിരി ജില്ലാ മുസ്ലിം ലീഗിന്റെ കീഴിൽ രൂപീകരിക്കപ്പെട്ട പാണക്കാട് സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ ചെയർമാനായ ശിഹാബ് തങ്ങൾ സെന്റർ ഫോർ ഹ്യൂമാനിറ്റി നീലഗിരി എന്ന സൊസൈറ്റിയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ പ്രവർത്തനങ്ങൾ നടന്നുവരുന്നത്. കഴിഞ്ഞ 2 വർഷക്കാലമായി നമ്മുടെ നാട്ടിലെ ഒട്ടേറെ പ്രിയപ്പെട്ടവരുടെ വേദനകളെ ചേർത്ത് നിർത്തി അവർക്ക് ആശ്വാസത്തിന്റെ തലോടൽ നൽകി യാത്ര തുടരുകയാണ്. KP മുഹമ്മദ് ഹാജി എന്ന മനുഷ്യനെ ഈ സമയം ഓർക്കാതെ നമുക്ക് മുന്നോട്ടു പോവാൻ കഴിയില്ല. തന്റെ പ്രായമോ മറ്റു പരിമിതികളോ വകവയ്ക്കാതെ ഈ സ്വപ്നത്തിനു പിറകെ ഈ മനുഷ്യൻ ഇറങ്ങിത്തിരിച്ചത് വ്യക്തമായ ഒരു ലക്ഷ്യത്തോടു കൂടി തന്നെയായിരുന്നു. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ STCHന്റെ പേരിൽ ബാംഗ്ലൂരു കമ്മിറ്റി GTMO ക്യാമ്പസിൽ നടത്തിയ സമൂഹ വിവാഹം, കോഴിക്കോട് മെട്രോ ഇന്റർനാഷണൽ കാർഡിയാക് സെന്ററിന്റെ കീഴിൽ നടത്തിയ കുട്ടികൾക്കായുള്ള സൗജന്യ ഹൃദയ ശസ്ത്രക്രിയാ ക്യാമ്പ്, കൊണ്ടോട്ടി ശിഹാബ് തങ്ങൾ ഡയാലിസിസ് സെന്ററിന്റെ സഹായത്തോടെ നടത്തിയ സൗജന്യ വൃക്കരോഗ നിർണയ ക്യാമ്പ്, നട്ടെല്ല് തകർന്ന് കിടപ്പിലായ രോഗികളുടെ പുനരധിവാസ പദ്ധതിയുടെ ഭാഗമായി നടത്തുന്ന ഗൗനിപ്പ് തുടങ്ങിയവയിലൂടെ പൊതുസമൂഹത്തിനിടയിൽ STCHന് വേരോട്ടമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഗൂഡല്ലൂരിന്റെ ഭൂമികയിൽ നന്മകളുടെ സാമ്രാജ്യം തീർത്തിട്ടാണ് ഇന്ന് ആ മനുഷ്യൻ താമരശ്ശേരിയിലെ തന്റെ പൂർവികർക്ക് ചാരെ അന്തിയുറങ്ങുന്നത്. വേദനിക്കുന്നവരുടെ വിളികൾക്ക് കാതോർത്ത് ഇന്ന് ഗൂഡല്ലൂരിൽ ഇങ്ങനെയൊരു അഭയകേന്ദ്രമുണ്ട്. അശരണരായ മനുഷ്യർ ഒരാശ്വാസത്തിനായി ഇന്നാദ്യം സമീപിക്കുന്നത് ശിഹാബ് തങ്ങൾ സെന്റർ ഫോർ ഹ്യൂമാനിറ്റി ഹോം കെയറിനെയാണ്. ഒന്ന് തളർന്നാൽ, ഒന്നിടറിയാൽ വീണുപോകുന്ന ജീവിതങ്ങൾ.
ചികിത്സ നൽകാനോ ഒന്ന് ആശ്വസിപ്പിക്കാനോ പോലും ആരോരുമില്ലാത്തവർ, രോഗം തളർത്തിയ ജീവിതങ്ങൾ, പ്രതീക്ഷ വറ്റിയവർ, ജീവിതത്തിനും മരണത്തിനുമിടയിൽ ഒന്ന് ആശ്വാസത്തോടെ പുഞ്ചിരിക്കാൻ പോലും സാധ്യമല്ലെന്ന് സ്വയം ഉറപ്പിച്ചവർ. ഈ നിസ്സഹായരായ മനുഷ്യർക്കിടയിലേക്കാണ് ആകാശം തുറന്നവതരിച്ച അനുഗ്രഹീത മാലാഖമാരെ പോലെ STCHന്റെ സാന്ത്വന സംഘം കടന്നു ചെന്നത്. അവർ മരുന്ന് പുരട്ടിയത് ഇവരുടെ മുറിവുകളിലല്ല, മനസ്സിൽ കൂടിയാണ്. സ്നേഹത്തിന്റെ ലേപനം പുരട്ടി തങ്ങൾ കൂടെയുണ്ടെന്ന് ആത്മവിശ്വാസം നൽകി പുതിയൊരു ജീവിതത്തിലേക്ക് അവരെ കൈപിടിച്ചു നടത്തി. പാലിയേറ്റീവ് ഹോം കെയറിന് പുറമെ സൈക്യാട്രി ഹോം കെയർ, ഫിസിയോതെറാപ്പി ഹോം കെയർ, ഊട്ടിയിൽ പാലിയേറ്റീവ് ഹോം കെയർ എന്നിവയും നമുക്ക് ആരംഭിക്കണം. മനസ്സിൽ കരുണ വറ്റാതെ സൂക്ഷിക്കുന്ന ഈ നാട്ടിലെ നല്ലവരായ മനുഷ്യരുടെ അകമഴിഞ്ഞ സഹകരണത്തിലൂടെയാണ് ശിഹാബ് തങ്ങൾ സെന്റർ ഫോർ ഹ്യൂമാനിറ്റി ഹോം കെയർ എന്ന സ്വപ്നം ഇവിടെ യാഥാർത്ഥ്യമായത്. ഗ്രാമങ്ങളും നഗരങ്ങളും താണ്ടി ഈ വാഹനങ്ങൾ ആലംബഹീനരായ, അനാഥരായ, നിസ്സഹായരായ ഓരോ മനുഷ്യരുടെ സമീപത്തേക്കും ചെന്നെത്തും. വിദഗ്ധ ഡോക്ടർമാരും പാലിയേറ്റീവ് രംഗത്തെ പരിശീലനം ലഭിച്ച നഴ്സുമാരും വോളണ്ടിയർമാരും ഈ മനുഷ്യരുടെ ജീവിതത്തിൽ നിറവും വെളിച്ചവും നിറയ്ക്കുകയാണ്. രോഗദുരിതത്തിൽ ആശ്വാസ സാന്നിധ്യമാവുക എന്നതിലപ്പുറം സ്വയം പര്യാപ്തമായ ഒരു ജീവിതം കെട്ടിപ്പടുക്കാൻ ഇവരെ പ്രാപ്തമാക്കുക എന്നൊരു ലക്ഷ്യം കൂടിയുണ്ട് ശിഹാബ് തങ്ങൾ സെന്റർ ഫോർ ഹ്യൂമാനിറ്റി പാലിയേറ്റീവ് ഹോം കെയറിന്. ഗൂഡല്ലൂർ നഗരത്തിന്റെ പ്രൗഢിയുടെ മുദ്രകൾക്കും സുഖശീതളിമയുടെ പുറംകാഴ്ചകൾക്കുമപ്പുറം ഉൾപ്രദേശങ്ങളിൽ ഒരു നേരത്തെ അന്നത്തിന് ഗതിയില്ലാത്ത, ഉണ്ണാനും ഉടുക്കാനും കഷ്ടപ്പെടുന്ന മനുഷ്യർ കൂടിയുണ്ട്. രോഗവും ദാരിദ്ര്യവും കൊണ്ട് ജീവിതത്തിന്റെ വർണ്ണം നഷ്ടപ്പെട്ടവർ. ഈ മനുഷ്യർക്ക് ഇന്ന് പുതിയ പ്രതീക്ഷകളുണ്ട്. കൂടെ നിൽക്കാനും ആശ്വസിപ്പിക്കാനും മനസ്സിൽ അലിവും നിലാവുമുള്ള മനുഷ്യർ കൂടെയുണ്ടെന്ന ധൈര്യമുണ്ട്. ഓരോ ദിവസവും നിലവിലുള്ള സംവിധാനങ്ങളിലും പരിമിതമായ സാമ്പത്തിക സ്ഥിതിയിലും മുന്നോട്ടു പോകാനാവാത്ത വിധം രോഗികളുടെ വിളികൾ തേടി വരികയാണ് ശിഹാബ് തങ്ങൾ സെന്റർ ഫോർ ഹ്യൂമാനിറ്റി ഹോം കെയറിന്.
നമുക്കിനിയും ഏറെ മുന്നോട്ടു പോകാനുണ്ട്. കക്ഷിരാഷ്ട്രീയ ഭേദമന്യേ ഈ നാട്ടുകാരുടെ അകമഴിഞ്ഞ സഹായ സഹകരണങ്ങൾ കൊണ്ടാണ് ഇത്രയും നല്ല ഒരു ഗുണഫലം ഇവിടെ സാധ്യമായത്. ഈ മനുഷ്യരുടെ ആശ്വാസത്തിന്റെ പുഞ്ചിരിയും മനസ്സ് നിറഞ്ഞ അനുഗ്രഹങ്ങളും തന്നെയാണ് ഏറ്റവും വലിയ മൂലധനം. ഈ പുഞ്ചിരികൾ നിലനിൽക്കണം. കൂടുതൽ മെച്ചമായ ചികിത്സയും സുരക്ഷിതത്വവും ഇവർക്ക് ഉറപ്പുവരുത്തണം. ഉദാരമനസ്കരുടെ ഒത്തൊരുമയിലൂടെ മാത്രമേ അതിന് സാധ്യമാകൂ. നിങ്ങളും കൂടെയുണ്ടാകണം. മരണമുഖത്ത് നിന്ന് ജീവിതത്തിലേക്ക് തിരികെ ഒരാളെയെങ്കിലും കൈപിടിച്ച് നടത്താനാവുക എന്നതിലപ്പുറം മറ്റേത് സൽപ്രവൃത്തിയാണ് ഈ ജീവിതം കൊണ്ട് നിങ്ങൾക്ക് ഭൂമിയിൽ ചെയ്തു തീർക്കാനാവുക? ഇന്ന് തന്നെ താഴെ കാണുന്ന അക്കൗണ്ട് നമ്പറിൽ നിങ്ങളാലാവുന്നത് നിക്ഷേപിക്കുക. ഈ അഭയകേന്ദ്രത്തിൽ ഒരിക്കലെങ്കിലും സന്ദർശിക്കുക. ലോകത്തോട് കരുണയുള്ളവനാകുക എന്നത് നമ്മുടെ ഔദാര്യമല്ല, നമ്മുടെ ഉത്തരവാദിത്വമാണ്.